ഉള്ള ടൈം വേസ്റ്റ് ചെയ്യണ്ടതാ. പിന്നെ ഇന്ന് എന്തായാലും പോണോട്ടോ. എവിടെ? സുപ്രീം മോളില് ഓ, ഇന്നും കൂടിയുള്ള എക്സിബിഷൻ. ജൂട്ട് സിൽക്കിനും റോസ് സിൽക്കിനൊക്കെ 50% ഡിസ്കൗണ്ട്. എടി അവിടെ 50% ഉള്ളൂ. ഞാൻ നിനക്ക് ഓഫർ ചെയ്യുന്നത് 100%. കേട്ടക്കങ്ങ് പട്ടത്തി പെണ്ണിന്റെ ഒരു യോഗേ. കളിയാക്കല്ലേ. പട്ടത്തേക്ക് ഇപ്പോഴും ഒരു കുഴപ്പമില്ല. പ്യോർ വെജ് തന്നെയാ. നമ്മുടെ പുന്നാരമൊക്കെ എക്കില്ലെങ്കിൽ അങ്ങോട്ട് ഇറങ്ങില്ല. നസ്രാണി വിത്തല്ലേ. അതാടി റിയൽ കമ്മ്യൂണൽ ഹാർമണി. 5 വർഷമായിട്ട് നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ കുറവുണ്ടോ? നിന്നെ പൊന്നു പോലെ ലിടി മോളെ ഞാൻ നോക്കുന്നത്. ആ, ഞാനും കൂടി ജോലിക്ക് പോകുന്നുണ്ടല്ലേ. അല്ലെങ്കിൽ കാണായിരുന്നു. ഡ്രിങ്ക്സ് കഴിക്കാൻ തന്നെ വേണം ഒരു എമൗണ്ട്. ഗുഡ് മോർണിംഗ് ലിറ്റിൽ ഏഞ്ചൽ, മൈ പിങ്കി സ്വീറ്റ്. ഡാഡിക്ക് മാത്രമേ ഗുഡ് മോർണിംഗ് ഉള്ളൂ, മമ്മിക്കില്ല. ഗുഡ് മോർണിംഗ് മമ്മി. ഓ മതി മതി. ഡാഡി മോളും ചെന്ന് വേഗം റെഡി ആവാൻ നോക്ക്. മമ്മിക്ക് ഇത്തിരി നേരത്തെ ഓഫീസിലെത്തണം. അത് കറക്റ്റ്. എന്തു പറ്റി? അത് തന്നെ ഞാനും ആലോചിക്കുന്നു. നീ ഒരു ഓട്ടോ വിളിച്ചോ? ഇത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. ഇത് എപ്പോഴും ഉള്ളതല്ലേ ലിയോ? ഞാൻ എത്ര പറഞ്ഞതാ ഇത് ആർക്കെങ്കിലും കൊടുത്ത് പുതിയ ഒരെണ്ണം വാങ്ങിക്കാൻ. അതിന് ആദ്യം ഇതാരെങ്കിലും വായിക്കണ്ടേ? സത്യം പറഞ്ഞ ഞാനാകെ കൺഫ്യൂഷനില്ല ഏത് വണ്ടി എടുക്കണമെന്നുള്ള കാര്യത്തിൽ. ഓരോ ആഴ്ചയും പുതിയ ഐറ്റംസ് ഇറങ്ങല്ലേ. പെട്രോൾ വേണോ ഡീസൽ വേണോ? പെട്രോളിന് വില കൂടുമ്പോൾ ഡീസലിന് വില പറയും, ഡീസലിന് വില കൂടുമ്പോൾ പെട്രോളിന് വില പറയും. ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. നീ എടി, നമുക്കേ ഈ BMW വേണോ ഓഡി വേണോ? വർക്ക്ഷോപ്പിൽ നാളെ പോരും. കാണിക്കും. കാര്യം നടക്കണമെങ്കിൽ ഓട്ടോ തന്നെ നല്ലത്. ഒന്ന് വരൂ. No, I can't accept that. 1 second. Date of application 2nd May 2020. Okay. You know, now this is October. എന്നിട്ടും ആ പേപ്പർ 1 ഇഞ്ച് പോലും മൂവ് ചെയ്തില്ലെന്ന് പറഞ്ഞ? ഓക്കെ. ശരി. പെട്ടെന്ന് സെൻഡ് ചെയ്. ഗുഡ് മോർണിംഗ് സർ. യെസ്, ഗുഡ് മോർണിംഗ് സർ. ഹരീഷ്ണൻ 2:30 ഫ്ലൈറ്റിന് ടോറസിന്റെ MD എത്തും. താജിലുണ്ടാവും. മിസ്റ്റർ ഹരീഷ്ണൻ അദ്ദേഹത്തെ ചെന്ന് കണ്ട് കോസ്റ്റിൽ വരുന്ന വേരിയേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം. സാർ, അത് ലിയോക്കാണല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നത്. എന്നിട്ട് അയാൾ എവിടെ? ഇപ്പൊ സമയം 11:30. അയാളൊക്കെ വിശ്വസിച്ച് ഒരു ഡീൽ എങ്ങനെ നടത്തും? മറ്റുള്ളവരൊക്കെ പൊട്ടന്മാരാണെന്ന് അവന്റെ വിചാരം. ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ലത്, സ്ഥിരമായിട്ടുള്ളതാണ്. വരട്ടെ, എന്താ ചെയ്യണമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. വരുന്നുണ്ട്. സോറി സർ, ഐ ആം ലേറ്റ് ഫോർ ഫ്യൂ മിനിറ്റ്സ്. വരുന്ന വഴി ഇത്തിരി ഞങ്ങൾക്കൊക്കെ ഒരു ഡേ എന്ന് പറഞ്ഞ 24 hours. താങ്കൾക്ക് അത് 34 hours ആണെന്ന് എനിക്കറിയില്ല. അല്ല സർ, വരുന്ന വഴിക്ക് വണ്ടിക്ക് നോ, വണ്ടി കേടായി, ടാറിങ് നടക്കുന്നു, ജാഥ പോകുന്നു. അതൊന്നുമല്ല സർ, വരുന്ന വഴിക്കൊരു ഒട്ടകം കുത്തനെ നിൽക്കുക. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ബ്ലോക്കായി. ഈ 2 വീലേഴ്സ് ഒക്കെ അതിന്റെ അടി കൂടിയാ പോയത്. ഈ ഏതോ സർക്കസ് കമ്പനിയിൽ നിന്ന് ചാടിപ്പോയതാ. സാധാരണ നമ്മൾ ഗൾഫ് കൺട്രീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പക്ഷെ നമ്മുടെ നാട്ടിൽ പ്ലീസ് ഒരു കാര്യം ചെയ്യും. ടോറസിന്റെ ഫയലുകളെല്ലാം ഹരികൃഷ്ണമായി ഡിസ്കസ് ചെയ്യണം. ഹരി MD മീറ്റ് ചെയ്യട്ടെ. ഓക്കെ സാർ.
സാർ അത് ലിയോ ഡീൽ ചെയ്ത പ്രപ്പോസൽ അല്ലേ? ഞാനത് അത് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് ഹരീഷിന് ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ അതല്ല സാർ. Then do it. സാർ എടാ, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. അല്ല, അതിനുള്ള ചാൻസ് ഉണ്ട്. നീ വരുമ്പോൾ ഞാൻ സാറിൻ്റെ റൂമിലായിരുന്നല്ലോ. ഹേയ്, എനിക്ക് അങ്ങനെ ധാരണയൊന്നുമില്ലടാ. പുള്ളിക്ക് എന്നോട് കലിപ്പാണ്. അതിന് കാരണമുണ്ട്, അസൂയ. എന്താണെന്നറിയോ, പുള്ളി താമസിക്കുന്നതിനേക്കാൾ വലിയ ഫ്ലാറ്റിലാണ് ഞാൻ താമസിക്കുന്നത്. നിനക്കറിയാലോ, കല്യാണം കഴിഞ്ഞിട്ട് 2 വീട്ടുകാർ ഉപേക്ഷിച്ചപ്പോൾ വാശിയായിരുന്നു. വാടക അല്പം കൂടിയാലും അന്തസ്സായിട്ടൊരു ഫ്ലാറ്റിൽ താമസിക്കണമെന്ന്. ഭാഗ്യത്തിന് എൻ്റെ ആവശ്യം വന്നില്ല. വലിയ വാടക കൊടുക്കാതെ ആ സാന്ദ്രയുടെ കെയർ ഓഫിൽ നല്ലൊരു ഫ്ലാറ്റ് ഒത്ത് കിട്ടി. അല്ലാതെ അയാൾ ചെറിയ ഫ്ലാറ്റിൽ താമസിക്കണേന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും ഞാൻ ആ ഡീൽ ഏറ്റെടുത്തോണ്ട് എന്നോടൊന്നും തോന്നരുത്. ഷേ പോടാ, നോ നെവർ. ഡൽഹി ബ്രാഞ്ചിലെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ മാനുവൽ കോപ്പിയാണ്. ഫെബ്രുവരി. ആ ഡൗട്ട്സ് ഒന്ന് ക്ലിയർ ചെയ്തേക്കും. യെസ് സർ. അബി, ഇതേതായി ഫയൽ? ഡൽഹി ബ്രാഞ്ച്. ഹോ, രക്ഷപ്പെട്ടു. ഇത് കിട്ടിയില്ലായിരുന്നെങ്കിൽ പണി കിട്ടിയേനെ അല്ലേ? എൻ്റെ ഭാഗ്യം. അബി, നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് തരണേ. ഷുവർ. നീ ഇന്ന് ഓട്ടോയിലാണോ വന്ന്? എന്തു പറ്റി? കാറ് കേടായി. നീ അല്ലേ പുതിയ കാറിന് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞേ? ആ ചെയ്തു. ഏതാ വണ്ടി? എത്തിയസ് ലീവ. ഓ, ഞങ്ങളെ വണ്ടി തന്നെ. എനിക്കിഷ്ടാ, നല്ല കംഫർട്ടബിൾ. പക്ഷെ എൻ്റെ ബിബിക്ക് അതും അടുത്തു. പറയുമ്പോൾ അത് വാങ്ങിയിട്ട് 3 മാസേ ആയുള്ളൂ. ഞങ്ങളുടെ മാരേജിന് ശേഷം വാങ്ങിയത് 5 വണ്ടിയാ. അതിൽ 3 എണ്ണം മുറ്റത്തന്നെ കിടപ്പാ. ഇനിയിപ്പോൾ 1 എണ്ണം കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അത് തന്നെ മാർക്കറ്റിൽ വരാൻ പോകുന്നേ ഉള്ളൂ. ബിബിയാ? ഹലോ. ആ, ഞാനങ്ങോട്ട് വിളിക്കാം. വരുമേ? ഇത് ബ്ലാക്ക്. ഓക്കെ ഓക്കെ. ഈ കളറ് നല്ല രസമുണ്ടല്ലേ? ഞാനത് പറയാൻ വരികയായിരുന്നു മാം. ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന കളർ ഇതാണ്. മാഡം, ഇതെല്ലാരും പറയുന്നത് അവരുടെ ലക്കി കളറാണെന്നാണ്. മാത്രമല്ല ഇതിന് മറ്റൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. ഈ 31 മുമ്പ് എടുത്ത 20,000 റുപ്പീസ് സേവ് ചെയ്യാം. അത് കഴിഞ്ഞ സോറി മാഡം, അതുവരെ ഓഫർ ഉള്ളൂ. എന്തായി, എടുക്കുന്നില്ലേ? മാഡത്തിന് വണ്ടി ഇഷ്ടപ്പെട്ടു, പക്ഷെ ഈ മന്ത് ഡെലിവറി എടുക്കാൻ പറ്റുമോ അറിയില്ല. അയ്യോ, അപ്പോൾ ഓഫർ ലോസ് ആവുമല്ലോ. ഓക്കെ, നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കിൽ എങ്ങനെയാ എടുക്കാൻ പറ്റുമോ? അത് തന്നെ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല, എങ്കിലും നോക്കാം. ഞാനൊന്ന് ആലോചിച്ച് ഓക്കെ പറഞ്ഞു. മാഡം. വണ്ടി തിരിച്ചവിടെ പാർക്ക് ചെയ്തു. അഭിരാമി, ഹൗ ആർ യു? ഫൈൻ. ഡ്യൂട്ടി കഴിഞ്ഞ് ഇത്ര നേരത്തെ എത്തിയോ? നേരത്തെ ഒന്നുമല്ല, ഇതാ ടൈം. ഓ, ഹൗ ലക്കി. കാലത്ത് 10 മണി, വൈകിട്ട് 5 മണി. ആ പിന്നെ, എൻ്റെ ഒരു പുതിയ സീരിയൽ ഇന്നു മുതൽ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒന്ന് കാണണം. TRP റേറ്റിംഗിൽ നമ്മുടെ ഫ്ലാറ്റും ഉണ്ട്. കടലോളം സ്നേഹം എന്നാണ് ടൈറ്റിൽ. രാത്രി 8:30 മണിക്ക് കാണുമല്ലോ. ചെല്ലട്ടെ. അതും പോയി. നീ ചെല്ല്, ഞാൻ വരാം. ഹോംവർക്ക് അല്ലേ, തനിച്ചൊന്ന് ട്രൈ ചെയ്തേ. അപ്പോഴേക്കും മമ്മി കാപ്പി എടുത്തിട്ട് വരാം. ഇതൊന്ന് കഴുകണമെന്ന് വെച്ചാ കൈ ആകെ എണ്ണയോ. ഇനി ഒരു സെർവന്റിനെ വെക്കാന്ന് വെച്ചാ അതിനും കൊടുക്കണം 12,000.
സോറിടാ, ഞാൻ മറന്നുപോയി നിന്റെ സാരി കാര്യം. ഓ അതിപ്പോ പുതിയ കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ വിളിച്ചത് വേറെ ഒന്നിനാ. എന്താ? രാത്രി കഴിക്കണേലേ വരുമ്പോ വല്ലതും വാങ്ങി വരണം. അപ്പൊ നീ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടാക്കുന്നു. പിങ്കിക്ക് നാളെ എക്സാമാ. അവള് UKG-യിലല്ലേ പഠിക്കുന്നത്. അതിനൊക്കെ എന്തിനാ നീ ടെൻഷൻ അടിക്കുന്നത്? UKG ആണെന്ന് വെച്ച് ഒന്നും പഠിക്കണ്ടേ? ശരി, എന്താ മേടിക്കണ്ടത്? എന്താ എപ്പോഴും വാങ്ങിക്കാറുള്ളതൊക്കെ തന്നെ. എന്താ? ആ പിന്നെ 4-5 പാക്കറ്റ് ഗ്ലൗസും വരുന്ന വഴിക്ക് ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പ് ഉണ്ടെങ്കിൽ 1-2 പാക്കറ്റ് കെയർ ഫ്രീ വാങ്ങിക്കണം. എന്റെ അവി, അതും എന്നെ കൊണ്ട് തന്നെ വാങ്ങിപ്പിക്കണോ? ഓ ഞാൻ മറന്നതാന്നേ. അത് വാങ്ങിന്ന് വെച്ചാ എന്താ കുഴപ്പം? ഏയ് കുഴപ്പമൊന്നുമില്ല. അപ്പൊ കുറച്ചു ദിവസത്തേക്ക് പ്രശ്നമാണ്. എന്താ സാറേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷെ നിന്നെ കൊണ്ട് അത് സോൾവ് ചെയ്യാൻ പറ്റൂല. എല്ലാ പണിയും ബംഗാളികളെ ഏൽപ്പിക്കാൻ പറ്റും. ചിക്കൻ വേണം ഇത്തിരി. നീ അത് പ്ലേറ്റ് എടുക്കുന്നില്ല? എന്നിട്ട് പിന്നെ അതും കൂടി വാഷ് ചെയ്യണ്ടേ? പാത്രം കഴുകി കഴുകി കൈ ആകെ വൃത്തികേടായി. അത് പോട്ടെ, ഇന്ന് എന്താ ലേറ്റ് ആയേ? വരുന്ന വഴിക്ക് ബാറി കയറി. അതിന് മുടക്കൊന്നുമില്ലല്ലോ. ഞാനൊരു സാരി വാങ്ങിക്കുന്ന കാര്യം പറഞ്ഞപ്പോ അത് നിനക്ക് ഓർമ്മയില്ല. എന്റെ അഭി വണ്ടി റിപ്പയറായി, രൂപ 3000 പോയി. ATM 0 ബാലൻസ്, ക്രെഡിറ്റ് കാർഡിന്റെ ലിമിറ്റ് കഴിയുകയും ചെയ്തു. അപ്പോ വെള്ളടിച്ചതോ? എനിക്ക് കേക്കണ്ട. പ്രേമിച്ച് നടക്കുമ്പോ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പൊ എന്ത് പറഞ്ഞാലും ഓക്കെ. ഒന്ന് പ്രസവിച്ചപ്പോ മാറ്റു കുറഞ്ഞു പോയോ? ഓ ചിരിക്കണ്ട, എനിക്കറിയാം. Are you feeling insecurity? ആ എങ്കിലങ്ങനെ. എന്റെ അഭി, വല്ലപ്പോഴെങ്കിലും ഒന്നും ഉടക്കാതിരുന്നൂടെ? അതിന് ഞാനല്ലല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നേ. ആയിക്കോട്ടെ, ഞാൻ തന്നെയാണ്, സമ്മതിച്ചു. വാമളെ. ഓ ഇന്നിപ്പോ എനിക്കറിയാം. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായോണ്ടല്ലേ ഈ ജാട കാണിക്കുന്നേ. ഞാൻ ചുമ്മാ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിക്കാൻ പറഞ്ഞത്. സത്യം. എന്തിനാ ചിരിക്കുന്നത്? ഇപ്പോഴത്തെ പിള്ളേർ വിശ്വസിക്കാൻ പറ്റൂലേ?